ഹായ് ഓൾ ഫ്രണ്ട്സ്, വെൽക്കം ടു MTM പൊളിറ്റിക്കൽ ടോക്ക്. അമേരിക്കയുടെ 47ാമത്തെ പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് ഇന്ന് അധികാരമേൽക്കുമ്പോൾ ലോകരാജ്യങ്ങൾ തന്നെ വളരെ പ്രതീക്ഷയോടെ US-നെ നോക്കിക്കാണുകയാണ്. അമേരിക്കയിൽ പ്രസിഡന്റ് സ്ഥാനമേൽക്കുന്നത് ലോക ജനതയ്ക്ക് എന്ത് കാര്യം എന്ന് ചിന്തിക്കാൻ വരട്ടെ. ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തികം, സൈനികം എന്നു വേണ്ട എല്ലാ കാര്യങ്ങളിലും മികച്ചു നിൽക്കുന്ന രാജ്യമായ US, അവിടെ ഭരണമാറ്റം ലോകജനത ചർച്ച ചെയ്യുന്നത് സ്വാഭാവികമാണ്. അതുകൊണ്ടാണ് തുടക്കത്തിൽ സൂചിപ്പിച്ചത് ലോകജനത ഉറ്റുനോക്കുന്നത് എന്ന്. അപ്പോൾ അതേക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. വിഷയത്തിലേക്ക് വരുന്നതിന് മുമ്പ് ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാനും ലൈക്ക് ചെയ്യുവാനും ഓർമ്മിപ്പിക്കുകയാണ്. ആദ്യ വരവിൽ 4 വർഷം പൂർത്തീകരിച്ച് ഇലക്ഷനെ നേരിട്ടുവെങ്കിലും 2025 വീണ്ടും അദ്ദേഹത്തിന് പ്രസിഡന്റാവാൻ ജനവിധി അനുകൂലമായത്. ലോകത്ത് നടക്കുന്ന ഏറ്റവും വലിയ മനുഷ്യക്കുരുതി സംഭവിച്ച യുദ്ധമായ പലസ്തീൻ-ഇസ്രായേൽ യുദ്ധം വെടിനിർത്തൽ പ്രഖ്യാപിച്ച് അധികാരത്തിലേറുക എന്ന ട്രംപിന്റെ ആഗ്രഹം സഫലീകരിച്ച ഒരു അധികാര കൈമാറ്റമാണ് ഇന്ന് നടക്കുന്നത്. ലോക മനസാക്ഷിയെ തന്നെ ഞെട്ടിച്ച ഒരു യുദ്ധമായിരുന്നല്ലോ പലസ്തീൻ ഇസ്രായേൽ യുദ്ധം. അതേക്കുറിച്ചാണ് പറഞ്ഞത്. ലോക മനസാക്ഷി തന്നെ നമ്മൾ വാർത്താ മാധ്യമങ്ങളിലൂടെ ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ കരളലിയിപ്പിക്കുന്ന ദൃശ്യങ്ങളായിരുന്നല്ലോ അത്. ആ വെടിനിർത്തൽ പ്രഖ്യാപനത്തിന് ഒരു ദിവസം മുൻപെങ്കിലും, അധികാരത്തിലേറുന്നതിന് ഒരു ദിവസം മുൻപെങ്കിലും ആ വെടിനിർത്തൽ പ്രഖ്യാപിക്കണമെന്ന് ട്രംപ് ആഗ്രഹിച്ചു. അത് നടപ്പായി. അതാണ് ഈ ട്രംപിന്റെ ഈ അധികാര കൈമാറ്റത്തിന്റെ ഈ ദിവസത്തിൽ ഏറ്റവും പ്രധാനമായ നേട്ടം. അദ്ദേഹം ആഗ്രഹിച്ചത് എന്താണോ അതൊരു ലോക നന്മയാണ്. അത് നടപ്പായി. തീർച്ചയായും ലോകത്ത് സമാധാനം ആഗ്രഹിക്കുന്ന മുഴുവൻ ജനതയും ഈ വെടിനിർത്തൽ കരാർ പ്രാവർത്തികമാക്കാൻ സന്മനസ് കാണിച്ച സമ്മർദ്ദ തന്ത്രം ഉപയോഗിച്ച് വെടിനിർത്തൽ ഇന്നലെ മുതൽ നടപ്പാക്കിയ ട്രംപിന്റെ നടപടിയെ മുക്തകണ്ഠം പ്രശംസിക്കുകയാണ്. ലോകത്ത് സമാധാനം ആഗ്രഹിക്കുന്ന മുഴുവൻ ജനതയും സ്വാഗതം ചെയ്യുന്നു എന്നതിൽ തർക്കമില്ല. അദ്ദേഹത്തിന്റെ 2ാം വരവിന്റെ തുടക്കം തന്നെ വലിയ ഒരു പ്ലസ് പോയിന്റ് നടപ്പാക്കിയതിന്റെ അധികാരമേൽക്കുന്ന പ്രസിഡന്റായ ട്രംപിന് കഴിഞ്ഞു എന്നത് ചെറിയ കാര്യമല്ല. ഇന്ന് ലോകത്ത് തന്നെ ട്രംപ് ചെയ്ത ഏറ്റവും നല്ല കാര്യം, ഏറ്റവും പുണ്യമുള്ള കാര്യം, ഏറ്റവും ജനസമ്മതിയുള്ള കാര്യം, ലോകം മുഴുവൻ ഒരേ സ്വരത്തിൽ അംഗീകരിക്കുന്ന കാര്യം എന്നതിൽ ആർക്കും തർക്കമില്ല. ഈ പുണ്യപ്രവൃത്തി ഇനിയുള്ള 4 വർഷവും അദ്ദേഹത്തിന് ഊർജം നൽകും എന്നതിലും തർക്കമില്ല. അദ്ദേഹത്തെ മുക്തകണ്ഠം പ്രശംസിക്കുവാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. ഒരുപാട് പേരുടെ അധ്വാനം ഈ വെടിനിർത്തൽ കരാറിന് പിന്നിലുണ്ട് എന്ന കാര്യം മറന്നിട്ടല്ല മധ്യസ്ഥ വഹിച്ച ലോക നേതാക്കൾ, രാജ്യങ്ങൾ, അമേരിക്കയിലെ തന്നെ ഇപ്പോഴത്തെ പ്രസിഡന്റ് എന്ന് വേണ്ട സമാധാനം ആഗ്രഹിക്കുന്ന മുഴുവൻ ആളുകളും കൂട്ടായ ഒരു പരിശ്രമമാണ് ഈ വെടിനിർത്തൽ കരാർ യാഥാർത്ഥ്യമാകാൻ കാരണം. എന്നാലും താൻ അധികാരമേൽക്കുന്നതിന് ഒരു ദിവസം മുൻപെങ്കിലും വെടിനിർത്തൽ നടപ്പാക്കണം എന്ന് ധീരതയോടെ പറയാനും നടപ്പാക്കുവാനും അതിന് മറ്റുള്ളവരെ പ്രേരിപ്പിക്കുവാനും മധ്യസ്ഥ രാജ്യങ്ങൾക്ക് ഊർജം നൽകുവാനും ട്രംപിന് കഴിഞ്ഞു. ഈ നല്ല മനസ്സ് തുടർന്ന് അദ്ദേഹത്തിന്റെ ഭരണകാലം മുഴുവൻ ഉണ്ടാവട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. നിർത്തുന്നു. ഈ വീഡിയോ മുഴുവനായി വീക്ഷിച്ച താങ്കൾക്ക് നന്ദി. നമസ്കാരം. അടുത്തൊരു വിഷയവുമായി വീണ്ടും കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.